ആരാ നിന്നെ ഗർഭിണിയാക്കിയത്? എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അവൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതോ അവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ? അതോ നാട് വിട്ടുപോയോ? അതോ അവൻ ചത്തോ? നീ എന്തെങ്കിലും പറയണേ മുതലി. ആ തെണ്ടി ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ പിടിച്ചു കെട്ടി ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുതരാം. എന്നിട്ട് അവൻ നിന്നെ കെട്ടിയില്ലെങ്കിൽ അവന്റെ പ്രൊട്രാക്ടറും ഡിവൈഡേഴ്സും ഒക്കെ പണ്ടാറടങ്ങി തരാം ഞാൻ. കൈ കിട്ടി അവന്റെ 16 അടിയന്തരത്തിന് ട്യൂഷനല്ലേ വിളിക്കും ഞാൻ. ഒന്ന് പറ, ആരാ തെണ്ടി? പറയട്ടെ? പറ. പറയും. പറയേ എന്റെ പൊന്നല്ലേ, പറ. ഞാൻ പറയും. പറ. ഞാൻ നിനക്ക് ആനമയിലൊട്ടാ വാങ്ങിച്ചു തരാം. ഒന്ന് പറ. ആ തെണ്ടിയാണ് ഈ ചെറുക്കൻ. വേണു, വേണു, ഇങ്ങോട്ട് വന്നേ. വേണു, വേണു, ഇങ്ങോട്ട് വാ. വാ വേണു. വേണു, വേണു, എന്താ ഇത്? വേണു, 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 ഞാൻ പറയുന്നത് കേക്ക്. വേണു, ഞാനല്ല, ഞാനിങ്ങനെ കാണിക്കില്ല. ഇത്തരം തോന്നിയാസങ്ങളൊക്കെ അടച്ചിട്ട് മുറിക്കകത്ത് വേണം. എന്റെ മോളുള്ളതാണ്. എന്റെ അമ്മ. അപ്പോ കേരളത്തിലുണ്ട്. മോളെ, ചെക്കപ്പ് ഒന്നും മുടക്കണ്ട. അത് ഞാൻ ഏർപ്പാടിയാം. വേണ്ട, നാളെ തന്നെ പോവാം. അതൊരു ചെറിയ ക്ലിനിക്കാ. SS ക്ലിനിക്ക്, 4-5 റൂട്ടിൽ. രാവിലെ 10 മണിക്ക്. ഞാൻ അങ്ങോട്ട് വരാം ക്ലിനിക്കിലേക്ക്. വെച്ചോന്നാ. ടേക്ക് കെയർ. ബൈ. സിദ്ധു, ഇതെന്താ സ്വപ്നം കാണുവാണോ? വാ, ആഹാരം എടുത്തു വെച്ചു. ഇപ്പൊ ചെന്നില്ലെങ്കിൽ ഗൗരിയേച്ചി വഴക്ക് തുടങ്ങും. വാ സിദ്ധു. ആഹാരം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടിയാ പോരാ, അത് എല്ലാവരെയും വിളിച്ചിരുത്തി കഴിപ്പിക്കാൻ കൂടി വേണം. ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടിപ്പാടാ കഴിപ്പിക്കാൻ. എത്തിയോ? എത്ര നേരമായി സിദ്ധാർത്ഥ? ഇതൊക്കെ തണുത്തു പോവില്ലേ? കൈ കഴിയിട്ട് വന്നിരിക്കണി. തീരെ വൃത്തിയില്ലാതായിട്ടുണ്ട്. ചേച്ചി ഒരു ഡോക്ടർ ആവേണ്ടതല്ലായിരുന്നു. പിന്നെ
ചില നേരത്തെ പ്രകൃതം കണ്ട തനി വീട്ടമ്മ. ഡോക്ടർ എന്ന് പറയുന്നത് എന്റെ പ്രൊഫഷനാ. ഡോക്ടർ ഗൗരി ശങ്കറിന്റെ വിലയോ അധികാരവും ഞാൻ അവിടെ എടുത്തോളാം. പോരെ? ഇവിടെ എടുക്കാറുണ്ടല്ലോ. ആ, ഇനി എന്നോട് പിണങ്ങാൻ നിൽക്കാതെ ഇരുന്ന് കഴിക്കാൻ നോക്ക്. എടുത്തി ഹരിയേട്ടൻ എവിടെ? ആഹാരം എടുത്ത് വെച്ചു എന്നറിഞ്ഞപ്പോഴേ ബാത്റൂമിലേക്ക് കയറി. വാ ഇരിക്കും. എന്താ മോളെ പിന്നെ വിളിച്ചേ? ആ ശരി, എപ്പോ? ശരി മോളെ. ഞാൻ പറഞ്ഞില്ലേ വേണുവിനോട്, ഇതിന്റെ എല്ലാം പിറകിൽ SP ഹരിശങ്കർ ആയിരുന്നു. വളരെ തന്ത്രപൂർവ്വം കളിക്കുകയായിരുന്നു അയാൾ. പോലീസിന്റെ ഒരു ഇന്റലിജൻസ് വിഭാഗം തന്നെ ജോണിക്ക് പുറകിൽ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ വൈകിയ ഞാൻ അറിയുന്നത്. കുഴപ്പമാവൂ വേണു? നൂല് പിടിച്ച് പോലീസ് നമ്മുടെ അടുത്ത് വരുമോ? വന്നാലും പ്രത്യക്ഷത്തിൽ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എന്ത് തെളിവ് വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്യവര്? ജോണി പറഞ്ഞാലോ? സകലരുടെയും പേര് വിളിച്ചു പറഞ്ഞ് അവൻ മാപ്പ് സാക്ഷി ആയാലോ? അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാണ്. എന്നാലും കുറ്റകൃത്യം ചെയ്തിട്ടില്ല. നമ്മള് കൂട്ടുനിന്ന കുറ്റം ചുമത്തും. പക്ഷേ ജോണി പറയാനുള്ള സാധ്യത കുറവാ. പറഞ്ഞിരുന്നെങ്കിൽ ഇതിനകം പോലീസ് നമ്മളെ തേടി വന്നേനെ. അതെങ്ങനെ? ഇന്നല്ലേ അറസ്റ്റ് ചെയ്തത്, ഇനി ചോദ്യം ചെയ്യലേ ഉള്ളൂ. അറസ്റ്റ് ചെയ്ത് ഇന്നൊന്നും ആയിരിക്കില്ല. നമ്മൾ വിളിച്ചപ്പോ ജോണിയുടെ ഫോൺ ഓഫായിരുന്നില്ലേ? അപ്പോഴൊക്കെ ജോണി പോലീസ് കസ്റ്റഡിയിലായിരുന്നിരിക്കും. ചോദ്യം ചെയ്ത് ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞ ശേഷമായിരിക്കണം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പോ നമ്മുടെ ഒന്നും പേര് പറഞ്ഞു കാണില്ലല്ലേ? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും നമ്മള്. ചുറ്റും കണ്ണുള്ളത് നല്ലതാ, കാതും. ഹരി, ഇറങ്ങായോ? ആ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ഇത്രയും സമയമായിട്ട് ഇപ്പോഴാണോ ഗൗരി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ഓർക്കുന്നത്? 10 മണിയായിട്ടല്ലേ പോവാറുള്ളൂ. ഞാൻ അങ്ങനെ വിചാരിച്ചു. സാരമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ആ പറയുന്നതില് ഒരു ഇഷ്ടക്കുറവിന്റെ സ്വരമുണ്ട്. അതല്ലെങ്കിലും ഈ ആണുങ്ങൾ ഇങ്ങനെയാ. സ്വന്തം കാര്യം മാത്രം നടന്നു കിട്ടിയാൽ മതി. എനിക്കുണ്ട് ജോലി തിരക്കുകള്. നല്ല പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറാ ഞാൻ. എന്നിട്ടും ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഒരു സെർവറിന് വെക്കാൻ? 10ഓ 15ഓ കൊടുക്കേണ്ടി വരും. എന്നാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുമല്ലോ. എന്നിട്ട് വേണം ഇനി അവളുടെ മുഖം വീർപ്പിക്കലും കൂടി കാണാൻ. നീ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്? ഈ വീട്ടിൽ എനിക്കും മാനസികം കൂടി ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. എല്ലാരും കൂടി ഇങ്ങനെ ശ്വാസം മുട്ടിക്കാതിരുന്നാ മതി. ഞാനിപ്പോ എന്ത് വേണമെന്നാ ഗൗരി പറയുന്നത്? നേരത്തെ പോവേണ്ട ദിവസം അത് പറയണം. അതിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും. ഗൗരി, ഞാനൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല വാരി ഊട്ടി വയറ് നടപ്പിച്ചു വിടാൻ. ഒരു പരാതിയും പറഞ്ഞില്ല ഞാൻ. എനിക്ക് അത്യാവശ്യമായിട്ട് 10 മണിക്കൂർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതിന് പോണം. അപ്പോ ഇന്ന് ഓഫീസിലേക്കല്ലേ? ഓഫീസിലാണെങ്കിൽ യൂണിഫോം ഇട്ട് പോകില്ലേ ഗൗരി? ഇതൊരു അൺഒഫീഷ്യൽ മീറ്റിംഗ് ആണ് പോലീസ് ക്ലബില്. അൺഒഫീഷ്യൽ എന്ന് പറയുമ്പോ? അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞാ ഉണ്ടാ. ചുമ്മാ ഓരോന്നും ചോദിച്ചോണ്ട് വരല്ലേ നീ?
മോനെ അവിടെ നിന്ന് എഴുന്നേറ്റേ. അതിലിരിക്കാൻ നിനക്ക് യോഗ്യത പോരാ. ഒന്ന് പോടി. പ്രസവം എടുക്കലല്ല എന്റെ പണി. നീ ഈ തോളത്ത് കൂത്തുന്ന 3 അക്ഷരം കണ്ടിട്ടുണ്ടോ? IPS. നീ 7 ജന്മം ജനിച്ച കിട്ടൂടേത്. ഞാനിരിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ അരികിലെങ്ങാനും വന്നാ നിന്റെ മുട്ടടിക്കും. ഒരു ജീവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതേ എന്റെ ഈ കൈകളിലേക്കാ. ആ ഈശ്വര ചൈതന്യമൊന്നും നിന്റെ ജോലിക്കില്ല. എന്തായാലും ഒരാവശ്യം വന്നപ്പോ നീ എന്നെ ഓർത്തല്ലോ. ദയവായിട്ട് കൊണ്ടുവന്നതാ നിന്നെ. നീ ഭർത്താവും കുടുംബമായിട്ട് താമസിക്കുമ്പോ പഴയ കോളേജ് പ്രേമം പറഞ്ഞ് ഞാൻ കേറി വന്ന അങ്ങേര് നിന്നെ കെട്ടുതാലി പൊട്ടിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ വരാത്തത്. ഓ, പൊട്ടിച്ചങ്ങ് പൊട്ടിക്കും. പേരിന്റെ കൂടെയുള്ള ഈ വാൽ അങ്ങ് ഒഴിവായി കിട്ടൂല്ലോ. സിനി സുനിൽ. അതെന്താടി ഒരു പുച്ഛം? ഗുണമില്ല അങ്ങേരെ കൊണ്ട്. ഓ, എന്നതാടാ, തുടക്കത്തിൽ ഇത്തിരി എരിവും പുളിയൊക്കെ ഉണ്ടായിരുന്നു. 5-6 മാസം കഴിഞ്ഞപ്പോ അതും തീർന്നു. ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. കാശുണ്ടാക്കാനായിട്ട് സിംഗപ്പൂര് പോയി കിടക്ക. സിംഗപ്പൂരിൽ നിന്ന് മാസം മാസം അക്കൗണ്ടിലേക്ക് കാശ് വരും. ഈ പ്രായത്തിൽ കുറെ കാശ് കിട്ടിയിട്ട് എന്താടാ ഒരു കാര്യം? കല്ലും മരമൊന്നും അല്ലല്ലോ ഞാൻ. ഏതോ ഒരു മൃഗം എന്തോന്ന് കരഞ്ഞു തീർത്തില്ലേ, അതാ എന്റെ ഗതി. നിനക്ക് കുട്ടികളൊന്നും ആയില്ലേ? നീ എന്താ പൊട്ടനാണോ? ഇത്ര നേരം ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? അതവിടെ നിക്കട്ടെ, നീ മൈനയുടെ കാര്യം പറ. ആരോടും പറയാത്ത കാര്യങ്ങളെല്ലാം നിന്നോട് ഞാൻ പറഞ്ഞു. ഇനി നീ തീരുമാനിക്ക്. ഒരു അബോർഷൻ നിർബന്ധിക്കുമോ നീ? എടാ, ഒരു ഡോക്ടർ അബോർഷൻ ചെയ്യാൻ പറയില്ല. അത് പാടില്ല. പിന്നെ എന്ത് ചെയ്യും? അച്ഛനില്ലാത്ത കുട്ടിയെ വളർത്തണം അവള്. നീ അവളെ കൂടെ ആ ചെറുക്കിന് കെട്ടിച്ചു കൊടുക്ക്. അവനെ ഇടവും വലം കിടത്തിക്കോളും. ഒറ്റ ചവിട്ട് വെച്ചെന്നാണല്ലോ. നീ ഒരു സൊല്യൂഷൻ പറയടി. ഞാൻ എന്തു പറയാനാ? നീ അബോർഷൻ ചെയ്യാൻ പറയണം. അത് പറയണം. ഏട്ടന്റെ ഫ്രണ്ടാ ഡോക്ടർ. കോളേജിൽ സിനിയുടെ ജസ്റ്റ് സീനിയർ ആയിരുന്നു. ഫ്രണ്ട് മാത്രമായിരുന്നില്ല, കൈയെടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞ് ഇങ്കിലാ വിളിച്ചു പോകുന്ന ഹരിശങ്കരനെ നോക്കി നിന്ന് പ്രാക്ടിക്കൽ ക്ലാസ് എത്ര തെറ്റിയിട്ടുണ്ടെന്ന് അറിയോ? എന്റെ കുറെ തവളയുടെയും പാറ്റയുടെയും ആയുസ് തീർന്നു. എല്ലാം ഹരിയനോട് പറഞ്ഞു. ഇനി എന്താ മൈനയുടെ പ്ലാൻ? പ്രസവിക്കാനാണോ? അതെ,
അത് പ്രോബ്ലം ആവില്ലേ? കുട്ടിയുടെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പോലും പറ്റില്ലല്ലോ. അതിനെന്താ, ഞാനിവിടെ നിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കും. ആരെങ്കിലും ചോദിച്ചാ ഭർത്താവ് ഉപേക്ഷിച്ചതാണെന്ന് പറയും. അങ്ങനെയാണല്ലോ. അതെ, പക്ഷേ മൈനിക്കൊരു ജീവിതം വേണ്ടേ? അതിനല്ലേ കുഞ്ഞുണ്ടാവുന്നത്. ഒരമ്മയായാ പിന്നെ കുഞ്ഞിന് വേണ്ടി ജീവിക്കാമല്ലോ. അതും ശരിയാ അല്ലേ ഹരി? അല്ല മൈനെ, ഇത്തരം കേസുകളിൽ പലരും കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസ് എടുക്കണം. ഒരു ജീവനല്ലേ ഇല്ലാതാക്കുന്നത്. എക്സാക്ട്ലി. ഒരു കുഞ്ഞുണ്ടാകുന്നത് ആ പാവം കുഞ്ഞിന്റെ തെറ്റല്ലല്ലോ. അല്ല, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പിശാചുക്കളെ കല്ലെറിഞ്ഞു കൊല്ലണം. നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ചോദിക്കുന്നത് എന്തിനാ? ഈ പെങ്കൊച്ചിപ്പ എന്റെ കുഞ്ഞാ. ഇവള് പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ വളർത്തും. എന്നാ പിന്നെ അതാ നല്ലത്. ആരൊക്കെ നിർബന്ധിച്ചാലും മോൾ അബോർഷന് സമ്മതിക്കരുത്. ആരൊക്കെ നിർബന്ധിച്ചാലും മോൾ അബോർഷന് സമ്മതിക്കരുത്. ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു. പെണ്ണിന് കിട്ടിയ ഭാഗ്യവ ഗർഭപാത്രം. മോള് പ്രസവിക്കണം. വാ പരിശോധിക്കട്ടെ. ഓ, കുഞ്ഞിന്റെ അമ്മാവ് നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? വാ. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അബോർഷൻ നടത്താൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനിടയിൽ കയറി സംസാരിക്കരുത്. നല്ല മോളല്ലേ അവൾ. അവക്കുണ്ടാകുന്ന കുട്ടി നന്നായിരിക്കും. എന്റെ മോളെ പോലെ അവളെനിക്ക്. ഇത് ഏത് നേരം പറയണ്ട. വാറ്റുകാരി അമ്മയുടെ മോളാകാനുള്ള യോഗ്യതയല്ല അവൾക്കുള്ളത്. സാർ എന്ത് വേണോ പറഞ്ഞു. കുഞ്ഞിനെ കളയാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അമ്മയാകാനുള്ള ആനന്ദം അമ്മയായാലേ അറിയാൻ പറ്റൂ. തള്ളക്കരച്ചിലിന്റെ അവസാനം പിള്ളക്കരച്ചിൽ. അത് കേൾക്കുമ്പോ എല്ലാ വേദനയും മറക്കും. കണ്ണ് കരയുമ്പോഴും ചുണ്ടിലൊരു ചിരി വരും. അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ചറിയണം. എന്നാ ഞാൻ ഇനി പ്രസവിക്കാം. അതിനെ പെണ്ണായിട്ട് ജനിക്കാനുള്ള യോഗം വേണം. മൈനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് മരുന്നിനും ടോണിക്കിനും ഒക്കെ എഴുതി തരാം. ഇനി അടുത്ത മാസം വന്നാ മതി. അപ്പൊ സ്കാൻ ചെയ്യാം. ഇതാരാന്നാ പറഞ്ഞത്? വലിയ മേലയിടത്ത് അമ്മണിയമ്മ തങ്കച്ചി. പേര് കേട്ട തറവാട്ടിലെയാ. വാറ്റുകാരി അമ്മണിയെന്നും പറയും. പേര് കേട്ട തറവാട്ടിലെയാ. ജയിലിൽ കിടന്നിട്ടുണ്ട്. ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഞങ്ങള് വന്നപ്പോ പുറകിലൊരു ബൈക്ക് വന്നിരുന്നു. അത് സിദ്ധുവേട്ടനാ. നിങ്ങൾ അത് കയറിയേക്ക്, ഞാൻ വരാം. എല്ലാം കൃത്യമായിട്ട് കഴിക്കണം. പോട്ടെ.
ഇവിടെ ആരും ഇല്ലേ? എന്താ ചിരിക്കുന്നേ? അപ്പൊ എന്നെ കാണാം എന്നിട്ടാണ് ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചത്. അതല്ല, ഒരു ഹോസ്പിറ്റലാകുമ്പോ അവിടെ നഴ്സുമാര്, അറ്റൻഡർമാര്, ക്യാഷ് കൗണ്ടർ, ഫാർമസി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇവിടെ അവധി ദിവസങ്ങളിൽ എല്ലാം ഞാന്. എന്താ കാര്യം?